ഇന്ന് വല്ലാത്തൊരു ട്രെൻഡ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു വലിയ മഹത്തായ വാചകം ലഇൻ ശകർതും ലഅസീദന്നകും. ആ ഒരു വാക്യം ഇന്ന് ആളുകൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ പുറത്ത് എഴുതി വെക്കുന്നത് ഒരു ട്രെൻഡായി ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാം, ആ അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വം അറിയുന്ന ആളുകൾക്ക് അത് എവിടെയെങ്കിലും എഴുതി വെക്കാനോ അതെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും റീൽസ് വിടുമ്പോഴത്തേക്ക് ആ റീൽസിന്റെ പിന്നാലെ നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ അത് ബഹുമാനിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ കലാം വലിയ ആദരവോടുകൂടെ കാണേണ്ട കലാമാണ്. ആ കലാമിനെ വൃത്തിയില്ലാത്ത സ്ഥലത്ത്, നജസാവാൻ സാധ്യതയുള്ള സ്ഥലത്ത്, പൊടിപുരളാൻ സാധ്യതയുള്ള സ്ഥലത്ത് എഴുതി വെക്കുക എന്നത് ഉള്ളിൽ ആത്മീയത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും തന്നെ സാധ്യമല്ല. നമുക്കറിയാം, ആലിമീങ്ങളെ കാണുമ്പോൾ നമ്മളെല്ലാവരും വലിയ ബഹുമാനത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. എന്നാൽ ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, ആലിമീങ്ങളെ കാണുമ്പോൾ എത്രമാത്രം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ അതിലപ്പുറം ബഹുമാനത്തോടെ പരിശുദ്ധമായ ഖുർആൻ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ സമയത്താണ് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അതൊരു വലിയ ആത്മീയതയുടെ അടയാളമായി മനസ്സിലാക്കിയിട്ട് ആ ആത്മീയത പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെ വ്യഗ്രത കൊള്ളുകയാണ്. ഒരിക്കലും തന്നെ പരിശുദ്ധമായ ഖുർആനിനെ അപമാനിക്കാൻ നമ്മൾ കാരണക്കാരാവാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്നവനാരാണ്? അവൻ ഉബയ്യ് ബിൻ ഖലഫിന്റെ കൂടെയാണ്. ബിസിനസിന്റെ ആവശ്യമാണ്, കടയിൽ നിന്ന് പോന്നാൽ ബിസിനസ് അവതാളത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കച്ചവടത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലാ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ നാളെ ആഖിറത്തിലേക്ക് വരുന്നത് ഉബയ്യ് ബിൻ ഖലഫിന്റെ കൂടെയാണ്. ആ സമയത്ത് മുഅ്മിനീങ്ങൾ വരുന്നതോ അക്മലുൽ ബശറായ അഫ്ളലുൽ ബശറായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റസൂലുള്ളാഹിന്റെ കൂടെ അവിടുത്തെ കൈപിടിച്ചിങ്ങനെ വരുമ്പോ ഉബയ്യ് ബിൻ ഖലഫിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നത് എത്രമാത്രം ശാപമുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ. ഇനി അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പറയാണ്. രണ്ടാമതാരെന്നറിയോ? അധികാരത്തിനു വേണ്ടി നിസ്കാരത്തെ ഉപേക്ഷിച്ചവനുണ്ടല്ലോ, അവൻ നാളെ ഫിർഔനിന്റെ കൂടെയാണ്. ഫിർഔൻ ഈ ഭൂമിയിൽ കാണിച്ചത് അധികാരത്തിന് വേണ്ടിയാണ്. അവന്റെ അധികാരം നഷ്ടപ്പെടുന്നതിനു വേണ്ടി എല്ലാ കുട്ടികളെയും കൊല ചെയ്യപ്പെടുത്തിട്ടവനാണ്. ആ ഫിർഔനിന്റെ കൂടെയാണ്. അധികാരത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ കുടുംബത്തിന്റെ ഗൃഹനാഥനാണ്, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ MLA ആണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ പഞ്ചായത്തിന്റെ മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഫിർഔനിന്റെ കൂടെയാണ്. ഇനി സമ്പത്തിന് വേണ്ടി നിസ്കാരത്തെ ഉപേക്ഷിച്ചവനുണ്ട്. ജോലി തിരക്കാണ്, ജോലിയുടെ ഇടയിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജോലിയുടെ ഇടയിൽ നിസ്കാരം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്ര വലിയ പ്രഷറാണ്, ശരീരത്തിലാകെ ചളിയാണ്, ശരീരത്തിലാകെ നജസാണ്. ഉമ്മമാരെ വീട്ടുജോലിയുടെ പേരും പറഞ്ഞുകൊണ്ട് അതേ കുളിക്കാറ് നിസ്കരിച്ചാൽ റാഹത്തില്ല എന്ന ചെറിയ ന്യായം പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ ഒഴിവാക്കിയാൽ നാളെ ഖാറൂനിന്റെ കൂടെയാണ്. അതേ ജനങ്ങൾക്കിടയിൽ നേതാവാകുന്നതിനു വേണ്ടി, ഞാൻ വലിയ ആളാകുന്നതിനു വേണ്ടി, ഞാൻ വലിയ ആരൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ ഹാമാനിന്റെ കൂടെയാണ്.